ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നിലമ്പൂരിൽ കോൺഗ്രസിൽ കടുത്ത ഗ്രൂപ്പ് പോര് മുറുകുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ.സി. ജോബ് അനുസ്മരണ യോഗത്തെ ചൊല്ലിയാണ് ഗ്രൂപ്പിസം ശക്തമാകുന്നത്. വിമത വിഭാഗം സംഘടിപ്പിച്ച അനുസ്മരണം ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കി. ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയിയെ ഉദ്ഘാടകനാക്കി അനുസ്മരണം നടത്തി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, സംസ്ഥാനത്തിലെ കോൺഗ്രസിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാം ആവേശകരമായ ഒരു വിജയമാണ്. വലിയ തരംഗമാണ് UDF അവിടെ ഉണ്ടായത്. പക്ഷേ അത് ജയം കഴിഞ്ഞ ഉടൻ തന്നെ അടി തുടങ്ങി എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാക്കാനാകേണ്ടത്? പിന്നിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം വഴിക്കടവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആണ് ഈ അനുസ്മരണ യോഗം രണ്ടാമതും സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്ക്, അതായത് UDF ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കാണ്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ്. ആ ബാങ്കാണ് ആദ്യം ഈ കെ.സി. ജോബ് അനുസ്മരണം പരിപാടി നടത്തിയത്. ആ അനുസ്മരണ പരിപാടിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിനെ മാത്രം ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ ആ പരിപാടി നടത്തി. പക്ഷേ ആ പരിപാടിയിലേക്ക് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്തിനായിരുന്നു. ആ പരിപാടിയിലേക്ക് ഉദ്ഘാടകനാവരുത് എന്ന് മണ്ഡലം കമ്മിറ്റി, കോൺഗ്രസിൻ്റെ വഴിക്കടവ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പക്ഷേ അത് അനുസരിക്കാതെയാണ് ആര്യാടൻ ഷൗക്കത്ത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി പോയത്. പിന്നെ അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും DCC പ്രസിഡന്റിനെ ഉദ്ഘാടകനാക്കി വഴിക്കടവിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുകയും ആ അനുസ്മരണ പരിപാടിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത്. അതായത് നേരത്തെ പിന്നിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് എല്ലാം വളരെ സൗമ്യമായി ഇല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് നിലമ്പൂരിൽ. അതാണ് ഇപ്പോൾ വീണ്ടും ഒരു ചേരിപ്പോരിലേക്കും ഒരു വിമത ശബ്ദത്തിലേക്കും എല്ലാം ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ആര്യാടൻ ഷൗക്കത്ത് പാർട്ടിയെ ധിക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരാതി AICC-ക്കും KPCC-ക്കും നൽകാനുള്ള ശ്രമത്തിലാണ് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇന്ന് മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് വെച്ച് തന്നെ ഇന്ന് ഈ പരാതി കൈമാറാൻ തന്നെയാണ് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനവും. ശരി, വ്യക്തമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ നേതാക്കളിൽ നിന്ന് അണികളിലേക്ക് ഉൾപ്പെടെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രണ്ട് തരത്തിലുള്ള യോഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്.